എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ഒരു സ്പെഷ്യൽ കേക്കാണിത്. കാരമൽ പോപ്കോൺ ഫ്ലേവറുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇതിൽ വേറെ 2 ഫില്ലിങ്ങാണ് ഞാൻ ഈ കേക്കിൽ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ബട്ടർ ഇട്ടൊന്ന് ചൂടാക്കണം. ബട്ടർ നല്ലതുപോലെ മെൽറ്റായ ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് കോണിട്ട് നമുക്കതിനെ പോപ്കോൺ ആക്കി എടുക്കണം. അപ്പോൾ ബട്ടറും ആ കോണും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് നമുക്കത് പോപ്കോൺ ആക്കി വയ്ക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പോപ്കോൺ ആയി തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കണം. ഉപ്പൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് ബട്ടറും കോണും മാത്രമേ ഉള്ളൂ ഇതിൽ. ഇപ്പോൾ പോപ്കോൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കത് കാരമലാക്കി എടുക്കണം. പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കണം. വെറ്റ് കാരമലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറ്റ് കാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാൻ്റെ സൈഡിലൊക്കെ വല്ല പഞ്ചസാര പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിലിക്കോൺ ബ്രഷ് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ആ പഞ്ചസാരയുടെ അവിടെയെല്ലാം പോയി തൂത്താൽ മതി. അല്ലെങ്കിൽ ആ പഞ്ചസാര അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ എല്ലാം അങ്ങ് സൈഡെല്ലാം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര കാരമലായിട്ടുണ്ട്. ഈ കാരമലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പോപ്കോണിൽ നിന്ന് 1 കപ്പ് പോപ്കോൺ ഇട്ടിട്ട് ആ പോപ്കോൺ കാരമലാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് പോപ്കോൺ കാരമലിലേക്ക് ചേർത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ പോപ്കോൺ കാരമലായിട്ടുണ്ട്. ആ കാരമലായ പോപ്കോൺ കുറച്ചൊരു 3/4 ഭാഗത്തോളം നമ്മൾ അതിൽ നിന്ന് പാനിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തിടണം. ബാക്കിയുള്ള കാരമലിലേക്ക് കുറച്ചും കൂടി പോപ്കോൺ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പ് ക്രീം, നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന ക്രീം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം മാത്രം തീ ഓൺ ആക്കുക. അത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നല്ലതുപോലെ ഒന്ന് മിക്സ് യോജിപ്പിക്കാൻ എല്ലാം കൂടിയിട്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തു. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്രീമെല്ലാം വറ്റിപ്പോകും. അപ്പോൾ അങ്ങനെ ആവരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ബട്ടറിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ പോപ്കോണിൻ്റെ ഫ്ലേവറെല്ലാം നല്ലതുപോലെ നമുക്ക് ആ സോസിലേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. ഇപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ലെവലാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ പോപ്കോൺ നല്ലതുപോലെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തു നിന്നുള്ള ജ്യൂസെല്ലാം നല്ലതുപോലെ ഇറങ്ങി വരും. അപ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് ആ സോസ് നല്ലതുപോലെ നമുക്ക് ആ അരിപ്പയിൽ കൂടെ അരിച്ച് കിട്ടണം. ഒരു നല്ല തിക്ക് സോസാണ് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത്. കാരമലും ബട്ടറും അതേപോലെ തന്നെ ആ പോപ്കോണിൻ്റെ എല്ലാ ടേസ്റ്റുകളുണ്ട് ഇപ്പോൾ ആ സോസിൽ. അപ്പോൾ അങ്ങനെ മുഴുവനും പോപ്കോൺ നമുക്ക് ആ സോസ് ഇതേപോലെ അരിച്ചെടുക്കണം.
ഇപ്പോൾ കാരമൽ പോപ്കോൺ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനൊരു 300 ഗ്രാം ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം നല്ലതുപോലെ പതപ്പിച്ചെടുക്കണം നമുക്ക്. ക്രീം നല്ലതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീറ്റ് ചെയ്തെടുത്ത ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം എടുത്ത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള 2 ഫില്ലിംഗ് ആണ് ഞാൻ ഈ കേക്കിൽ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്ത് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പോപ്കോണിൻ്റെ സോസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ക്രീമും പോപ്കോൺ സോസും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോപ്കോൺ നല്ലതുപോലെ അത് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കാരമൽ പോപ്കോൺ. ഞാനതിൽ കുറച്ച് വീതം നമുക്കത് അടർത്തി ഓരോരോ പോപ്കോൺ ആക്കിയെടുക്കാം. ഞാനൊരു സ്പഞ്ച് കേക്ക്, ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കണം. ഒരു കേക്കിൻ്റെ ബോർഡിലേക്ക് ആദ്യം തന്നെ ഞാൻ വെച്ചിട്ട് കേക്കിൻ്റെ ബോർഡിൽ കുറച്ച് പഞ്ചസാര വിതറി. അതെന്ന് വെച്ചാൽ നമ്മൾ ക്രീം വെക്കുകയാണെങ്കിൽ അതങ്ങ് ഒത്തിരി വെള്ളമയമായിട്ട് ബോർഡും കേക്കും കൂടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ പഞ്ചസാര വെച്ചിരിക്കുന്നത്. പഞ്ചസാര ഇട്ടാലും മതി, കേക്ക് അതിൽ നല്ലതുപോലെ ഒട്ടിയിരിക്കും ബോർഡിൽ. അപ്പോൾ കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് ആദ്യം തന്നെ കേക്കിൻ്റെ ഓരോ ലെയറിൽ വയ്ക്കാനുള്ള കേക്ക് നമ്മളൊന്ന് സോക്ക് ചെയ്തെടുക്കണം. കേക്കിൻ്റെ 2 സൈഡിൽ ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഇതേപോലെ ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞു സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ആ സ്പ്രേ ബോട്ടിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് അത് സ്പ്രേ ചെയ്തെടുത്താലും മതി. ഇത് നമ്മൾ ആദ്യത്തെ ലെയറിൽ പോപ്കോൺ ഫ്ലേവറുള്ള ക്രീമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഞാൻ ക്രീമിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പോപ്കോൺ, നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമലിൻ്റെ പോപ്കോൺ ക്രീമിൻ്റെ മുകളിൽ ഇടുവാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ഇടാവുന്നതാണ്. ഫുൾ ക്രീം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോപ്കോൺ ഇട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ പോപ്കോൺ കാരമൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇട്ട് പോപ്കോണിൻ്റെ ക്രീം ഞാൻ കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്തു. ഈ രണ്ടാമത്തെ ലെയർ കേക്ക് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ആ ലെയറിൻ്റെ 2 സൈഡിലും ഷുഗർ സിറപ്പ് നമ്മൾ ബ്രഷ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ വെച്ചു. എന്താ നമ്മൾ ഷുഗർ സിറപ്പ് തേക്കാത്ത ഭാഗത്താണ് ഇപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ലെയറിൽ ഞാൻ വെക്കുന്നതാണ് നമ്മൾ സാധാരണ ക്രീമാണ്. ആ ക്രീം മാറ്റി വെച്ച ക്രീമിൽ നിന്നുള്ള ക്രീമാണ്. ആദ്യം അതിനകത്ത് നിന്ന് എടുത്തു നിന്ന് പകുതി എടുത്ത് ആദ്യം കേക്കിന് മുകളിൽ സ്പ്രെഡ് ചെയ്യുക.
പിന്നെ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാമെന്ന് പറഞ്ഞാൽ അരക്കപ്പോ, ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ആ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുക എല്ലായിടത്തേക്കും. അതിന് മുകളിൽ പിന്നീടും ബാക്കിയുള്ള ക്രീം, വൈറ്റ് ക്രീമാണ്, ആ ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മുകളിൽ എല്ലാ വശത്തും ആ ക്രീം സ്പ്രെഡ് ചെയ്യണം. ഈ കേക്കിൽ വയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് വയ്ക്കുന്ന ലെയർ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടിഭാഗത്തുള്ള കേക്കിൻ്റെ അടിഭാഗത്തുള്ള ലെയറാണ്. സെക്കൻഡായിട്ട് വയ്ക്കുന്നത് മുകൾ വശത്തുള്ള കേക്കിൻ്റെ ലെയർ. ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ആ ലെയറാണ് ഞാൻ സെക്കൻഡ് ലെയറായിട്ട് വെച്ചിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ്, ഇപ്പോൾ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ മിഡിലുള്ള കേക്കിൻ്റെ ആ ലെയറാണ്. ഇപ്പോൾ മൂന്നാമത്തെ ലെയർ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൈഡ് ഭാഗം എല്ലാം ഒന്ന് ട്രിം ചെയ്ത് കളയണം. എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ തള്ളി കുറച്ച് കേക്കുകളൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കണം. ഇത് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ട്രിം ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കേക്കൊക്കെ കുറേ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇത്രയും ഫില്ലാക്കി വെച്ചിട്ട് കേക്ക് ഒരു അരമണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ആ കേക്ക് ഒന്ന് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അതിനുശേഷം ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. ലെവലാക്കി അന്നേരം കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി സൈഡ് ആ ബോർഡും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ആ കേക്കിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ പോപ്കോൺ ക്രീമാണ് വെച്ചിരിക്കുന്നത്. ആ പോപ്കോൺ ക്രീം ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഈ സൈഡിലും അതേപോലെ ടോപ്പും എല്ലാം ആ പോപ്കോൺ ക്രീം വെച്ചിട്ട് വേണം കവർ ചെയ്യാനായിട്ട് കേക്ക്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ കേക്ക്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ ക്രീമും കൊണ്ട് ടോപ്പും സൈഡും എല്ലാം ലെവലാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഗണേശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പേപ്പർ കോണിലേക്ക് ഇടുവാണ്. കോണിൻ്റെ അറ്റഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈനായിട്ട് വരയ്ക്കണം. കേക്കിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് ഗണേശയുടെ ലൈനിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരയ്ക്കണം. ഒരു സൈഡിലേക്ക് നമ്മൾ ലൈൻ വരച്ച ശേഷം കേക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ഗണേശയുടെ ലൈനിൽ കൂടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് താഴത്തോട്ട് വരയ്ക്കണം. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണേശ കേക്കിൻ്റെ സൈഡിൽ ടോപ്പിൽ കൂടെ ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്യണം. ഇനി കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് കാരമൽ പോപ്കോൺ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് കേക്കും അതേപോലെ തന്നെ കാരമൽ ഫില്ലിങ്ങും ഉണ്ട്, വനിലയുടെ ഫ്ലേവറും ഉണ്ട്, ചോക്ലേറ്റും ഉണ്ട്, എല്ലാം കൂടെ കൂടിയ ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കണം.